guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് MS വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്കായിരിക്കും. ഇതെൻ്റെ സ്വന്തം വ്ലോഗ് ചാനലാണ്, എൻ്റെ ഒരു പേഴ്സണൽ വ്ലോഗ് ചാനലാണ്. ഞാൻ ഈ ഓണപരിപാടികളും ഓണത്തിന് ശേഷമുള്ള പരിപാടികളൊക്കെ വന്ന് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പ്രഡിക്ഷൻ കാണാൻ വന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ പോയിന്റ് അതാണ്. ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫൈ മീ എനേബിൾ ചെയ്യും, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഈ ചാനൽ ലൈക്ക് ചെയ്താൽ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇന്നത്തെ SSLC ഹിന്ദി എക്സാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, വ്യാഴാഴ്ച നടക്കുന്ന ഹിന്ദി എക്സാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, എടാ ഈ MS വ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ പ്ലീസ്. ഓക്കെ ഗായ്സ്, ഓക്കെ യെസ്, നമ്മളെ വ്ലോഗൊക്കെ ഇതിൽ വരും കേട്ടോ. വേണേ പഴയ വീഡിയോസൊക്കെ കണ്ടാണ്ടി എൻ്റെ ഒരുപാട് കലാപരമായ കഴിവുകളൊക്കെ ഈ ചാനലുണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ നേരെ വന്നിരിക്കുന്നത് MS പ്രഡിക്ഷൻ മനക്കിലേക്കാണ്. SSLC ഓണം എക്സാം ഹിന്ദി എക്സാമിനേഷൻ്റെ പ്രഡിക്ഷൻസുമായിട്ടാണ്. പ്രഡിക്ഷൻ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഉഷാറാക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, മറന്നു വരുതേ. യെസ്, നോക്കിക്കേ, ആദ്യത്തെ നോക്ക്. നിങ്ങൾക്ക് നാളെ ടിപ്പണി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആശയം ടിപ്പണി നാളെ ചോദിക്കാൻ സാധ്യതയുള്ളത് 2 ചാപ്റ്ററുകളാണ്. ഒന്ന് ഹതാശ സേക്ക് എന്ന് പറയുന്നതും 2 ടൂട്ടാ പഹിയയുമാണ്. ഇതിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് നാളെ നിങ്ങൾക്ക് ടിപ്പണി അഥവാ ആശയം ചോദിക്കുന്നുണ്ടാവുക? MS സൊല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് നാളെ നിങ്ങൾക്ക് ടിപ്പണി ചോദിക്കുന്നത് അതേ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഞാൻ പറയുന്നത് ശരിയാവണമെന്നില്ല. ഈ പറഞ്ഞതിന് അർത്ഥം എന്താ അറിയോ? ഇതൊരു ഓറാണ്. നിങ്ങൾ ഇതും പഠിച്ചിട്ട് പോകണം, അതും പഠിച്ചിട്ട് പോകണം. ആശയം ചോദിച്ചാൽ നിങ്ങൾ എഴുതുകയും വേണം. ഓക്കെ, അപ്പോൾ MS പ്രഡിക്റ്റ് ചെയ്യുന്നത് ടിപ്പണി ചോദിക്കുകയാണെങ്കിൽ അതേ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. തിരക്കഥ, പടുക്കഥ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യ. 2 എണ്ണമുണ്ട് പടുക്കഥ. ഒന്ന് ബീർബഹൂട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ ആകാം, അല്ലെങ്കിൽ ഐ കലാം കെ ബഹാനെ അല്ലേ, കലാമിൻ്റെ ചാപ്റ്റർ അല്ലേ. സോ തീർച്ചയായിട്ടും ഈ 2 ചാപ്റ്ററുകളിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് MS പ്രഡിക്റ്റ് ചെയ്യുന്നത് തിരക്കഥ പടുക്കഥ വരാൻ ചാൻസ് ഉള്ളത്? MS സൊല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നു നാളത്തെ SSLC ഓണം എക്സാം 2024 ബീർബഹൂട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും പടുക്കഥ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, മറന്നു പോരുത്. തീർച്ചയായിട്ടും ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കണം. അടുത്തതായിട്ട് നമ്മുടെ പത്ര ചോദിക്കുകയാണെങ്കിൽ, പത്രം എന്ന് പറഞ്ഞാൽ എന്താ? കത്ത്. പത്രം എന്ന് പറഞ്ഞാൽ പത്രവാർത്ത അല്ല കേട്ടോ. കത്ത് ചോദിക്കാൻ 2 ചാപ്റ്റർ ഉണ്ട്. സെയിം ബീർബഹൂട്ടി അല്ലെങ്കിൽ IM കലാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് പടുക്കഥ ചോദിക്കുന്നത് ബീർബഹൂട്ടിയാണെങ്കിൽ പത്ര ചോദിക്കുന്നത് IM കലാമിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും തിരിച്ചു വരാം. പത്ര ബീർബഹൂട്ടി എന്ന് വന്നു കഴിഞ്ഞാൽ ഈ നമ്മളെ പടുക്കഥ ചോദിക്കുന്നത് IM കലാം എന്നാവാം. അതുകൊണ്ട് രണ്ടും മാറി വരാനുള്ള ചാൻസ് ഉണ്ട്. MS പ്രഡിക്റ്റ് ചെയ്തത് ആരോ മാർക്കിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, ഇനി നിങ്ങൾക്ക് പിരമിഡുകൾ വരും എക്സാമിന്. അറിയാലോ, എന്തായാലും ഒരു പിരമിഡ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇവിടെ 2 പിരമിഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭാസ്കരൻ സാറ് തന്ന പിരമിഡാണ്. നിങ്ങൾക്ക് ഓൾറെഡി ലൈവിൽ പക്കാ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തതാണ്. സോ ഞാൻ അതന്നെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിരമിഡുകൾ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ തരത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് SSLC ഓണം എക്സാമിൽ പിരമിഡുകളായിട്ട് വരാം. പിരമിഡ് നന്നായിട്ട് പഠിച്ചു വെക്കണം. സിമ്പിളായിട്ട് മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണിത് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് എന്താ പറയുക, സഹി വികൽ കാ ചുൻകർ ലീഗെ, അതായത് ഈ വഹ് പ്ലസ് കി നമ്മുടെ ഗ്രാമർ ഭാഗമാണ്. വഹ് പ്ലസ് കി എന്ന് പറഞ്ഞാൽ ഉസ്കി, വഹ് പ്ലസ് കി ഉസ്കി അല്ലേ, ഇതൊക്കെ ഉസ്കി യഹ് പ്ലസ് കെ ഉസ്കെ. ഇതെന്താ അത്? വഹ് പ്ലസ് കെ ഉസ്കെ, യഹ് പ്ലസ് കി ഉസ്കെ. ഇതെല്ലാം ഉസ്കി ആണല്ലോ അല്ലേ? എന്താ പറഞ്ഞേ? ഓ അല്ലേ, അതാ ഞാൻ നോക്കുന്നത്. ഇത് എന്താക്കി വെച്ച് ഞാൻ സ്ലൈഡ് മാറിപ്പോയി. ഇത് ചോദ്യമാണല്ലോ, ഇത് ചോദ്യമല്ലോ മൊയ്ന്തളെ. യെസ്, അപ്പോൾ ഏതാ ശരി? വഹ് പ്ലസ് കെ ഉസ്കെ. അന്ന് സാറ് പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ഹം പ്ലസ് കെ. കുട്ടി എഴുതി വെച്ചു. എന്ത്? ഹം കെ. ഓക്കെ, ഹം പ്ലസ് കെ എന്ന് പറഞ്ഞാൽ എന്താ? ഹം കെ അല്ല, ഹമാരേ ഹാമക്കെ എന്നൊക്കെ പറയും. ഹാം പ്ലസ് കെ സാറ് മൂത്തോക്കിയിട്ട് ഹാമക്കെ. യെസ്, അടുത്തത് സെയിം ദാ വഹ് പ്ലസ് എ ചോദിക്കും. ഉസ്സെ ആണോ? യഹ് പ്ലസ് എ ഉസ്സെ, വഹ് പ്ലസ് എ ഉസ്സെ, യഹ് പ്ലസ് മേം അല്ലെ സെ ഉസ്സെ, എങ്ങനെയും ചോദിക്കുക കേട്ടോ. ഇനി നമ്മുടെ ഇതാണ് എന്ത്, താരീഖൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഡയറി കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡയറി സ്ഥാൻ സേവാമേം നാമ് പദ. ഓക്കെ, സബ്സ്റ്റൻസ്. യെസ്, എടാ പ്രിയ മിത്ര,
പ്രിയ മിത്രന് ഡയറി അല്ലടോ, കത്തല്ലേ. അതാ ഞാൻ നോക്കുന്നത്. ഡയറിക്ക് എങ്ങനെയാ പ്രിയപ്പെട്ട കൂട്ടുകാരാന്ന് വരിക. ഓക്കെ, അപ്പോൾ ഡയറിൻ്റെയൊക്കെ ഒരു ഫോർമാറ്റ് ഞാനിവിടെ കൊടുത്തതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതേതാ, വീണ്ടും ഒരു കത്ത് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ ലൈവിൽ കിടക്കുന്നുണ്ട് കേട്ടോ. 20 പക്കാർ ഷുവർ ക്വസ്റ്റ്യൻ്റെ ലൈവിലുള്ള സ്ലൈഡ് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഡയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നുണ്ട്. ഡയറിൻ്റെ ഒരു ഫോർമാറ്റ് ഞാനിവിടെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. താരീഖും കൊടുക്കുക, ദിന്നും കൊടുക്കുക. താരീഖ് എന്ന് പറഞ്ഞാൽ എന്താ, തജ്വീദോ ഇഖ്ലാബോ അല്ല, ഇഖ്ലാബ് നമ്മളെ തജ്വീദ്, പിന്നെ ലിസാനുൽ ഖുർആൻ, ഫിഖ് എല്ലാം വരും. അതുപോലെ താരീഖും ഇവിടെ ഉണ്ട് കേട്ടോ. എടാ ഇതൊരു ഫോർമാറ്റ് ആണ്, നിങ്ങൾ യൂസ് ചെയ്യുക ഡയറിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. പിന്നെ പോസ്റ്റർ ഉണ്ടാക്കാനുള്ളൊരു ചോദ്യവും നാളത്തെ എക്സാം പേപ്പറിൽ ഉണ്ടാവും. പോസ്റ്ററിൻ്റെ ഒരു ഫോർമാറ്റും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുക. പോസ്റ്ററും നാളത്തെ എക്സാമിന് വരും. കാര്യം പോസ്റ്റർ ഇല്ലാത്തൊരു ഓണപരീക്ഷ ഇല്ലല്ലോ. യെസ്. പിന്നെ പഠിക്കഥ, സാഹിലിൻ്റെ ആ ഒരു പഠിക്കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പഠിക്കഥ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇതൊക്കെ സാറ സ്ലൈഡാണ്, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ MS സൊല്യൂഷൻസിൻ്റെ പ്രഡിക്ഷനിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഈ സ്ലൈഡുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടിപ്പണി ഇവിടെ ഉണ്ട്, തിരക്കഥ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കത്ത് അല്ലേ, കത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പിരമിഡുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഗ്രാമർ ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്തിൻ്റെ ഫോർമാറ്റ്, വേറൊരു കത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോർമാറ്റ് മീൻസ് നിങ്ങൾ കത്ത് വായിച്ചാൽ നിങ്ങൾക്ക് അത് ആരോട് ചോദിച്ചു എന്നുള്ള ചോട്ടുവിൻ്റെ ഒക്കെ ലെറ്ററൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി പിന്നെ ഒരു ഡയറിൻ്റെ ഫോർമാറ്റിങ് ഇവിടെ കാണാം. ഒരു പോസ്റ്ററിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പഠിക്കഥയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പഠിക്കഥേൻ്റെ ബാക്കി ലാസ്റ്റ് സ്ലൈഡിലുണ്ട്. ഈ സ്ലൈഡ് എവിടെ ഉണ്ട്, വാട്സപ്പ് ചാനലുണ്ട്. വാട്സപ്പ് ചാനലിൽ കയറിയിട്ട് ഫോളോ ചെയ്യുക. വാട്സപ്പ് ചാനൽ ഇപ്പോൾ 45K ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഹിന്ദി നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് 50K ആക്കണം, ഞങ്ങൾക്ക് വിട്ടുതന്നു കേട്ടോ. അപ്പോൾ MSൻ്റെ വ്ളോഗ് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ വരുന്ന വീഡിയോസുകളൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വീണ്ടും കാണാം. അവസാനത്തെ ഓണം എക്സാമിൻ്റെ പ്രഡിക്ഷൻ വീഡിയോ ആയിരുന്നു ഇത്. ഉഷാറായിട്ട് പഠിക്കാം. ഓക്കെ, MS സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ പറയാം. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന്, വേറെ സൊല്യൂഷൻസ്. ബൈ.